ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയും അമ്മയും കൊച്ചും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യക്കൂട്ടനാണെങ്കിൽ ആദ്യക്കൂട്ടൻ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോകണം. വേറൊരു ദിവസം കൊണ്ടുപോകാമെന്ന് ശ്രുതി. മിക്കവാറും കൊണ്ടുപോയത് തന്നെയാണ്. അമ്മയെ തന്നെ കാണാൻ കിട്ടണില്ല. പിന്നെയല്ലേ കൂട്ടുകാരെ എന്നും പറഞ്ഞ് ആദ്യക്കൂട്ടനെ അവിടെ ഇരിക്കാം. നീ ഇത്രയ്ക്കൊക്കെ സംസാരിക്കാൻ വളർന്നോ എന്ന് ശ്രുതി ചോദിക്കുമ്പം, നീ എന്താ വിചാരിച്ചേ? അവനെ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അമ്മ പറഞ്ഞു. അത് നിനക്ക് മാത്രമാണ് മനസ്സിലാകാത്തതൊന്നും അമ്മ ഇങ്ങനെ ശ്രുതിയോട് പറയൂ കേട്ടോ. ആ സമയത്ത് ശ്രുതി, അതെ അമ്മ നിന്നെ കാണാനായിട്ട് ഒട്ടുമിക്ക ദിവസങ്ങളിലും വരാൻ കേട്ടോ എന്ന് പറഞ്ഞു ശ്രുതി. അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ ഞങ്ങളോടൊപ്പം താമസിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ച് കൊച്ച്. അത് കുറച്ച് കഴിയട്ടെ കേട്ടോ. മോൻ്റെ കൂടെ അമ്മ ഇവിടെ തന്നെ വന്ന് താമസിക്കാം. എന്താ? അമ്മ ചുമ്മാ പറയുന്നതാണെന്ന് എനിക്ക് അറിയാമെന്ന് ആദ്യക്കൂട്ടൻ അന്നേരം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിമലാൻ്റിക്ക് സങ്കടം. അപ്പോൾ ശ്രുതിക്കുവാണെങ്കിൽ വല്ലാത്തൊരു കൊച്ചിങ്ങനെ പറഞ്ഞല്ലോ എന്നോർത്ത്. അതെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ചായിരുന്നു മോൻ. അതൊക്കെ ഞാൻ എടുത്ത് വെച്ചല്ലോ. ക്ലാസ്സിൽ വികൃതിയൊന്നും കാണിക്കാൻ നിൽക്കരുത് കേട്ടോ. ഒച്ചയൊന്നും വെക്കാനും നിൽക്കരുത്. അപ്പോൾ അമ്മയാണോ ക്ലാസ് ടീച്ചർ? പറയുന്നത് കേട്ടില്ലേ എന്നൊക്കെ ആദ്യക്കൂട്ടൻ ഇങ്ങനെ ശ്രുതിയോട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ വിട്ടാൽ പുറത്തേക്കെങ്ങ് ഇറങ്ങി ഓടരുത്, അവിടെ തന്നെ നിൽക്കണം. അമ്മൂമ്മയോ അമ്മയോ ഓട്ടോയായിട്ട് വിളിക്കാൻ വരും കേട്ടോ എന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ അമ്മ ഞാൻ സ്കൂൾ ബസ്സിൽ പോകാൻ വരികയും ചെയ്തോളാം, അമ്മ ബസ് ഫീസ് അടയ്ക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ, തൽക്കാലം ഓട്ടോ മതി കേട്ടോ, ബസ്സൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. എന്താ, ഒന്ന് പരിചയമാകുന്നത് വരെ ഞങ്ങൾ നിന്നെ കൊണ്ടുവിടാനും കൂട്ടാനും ഒക്കെ വന്നോളാം. അമ്മ എനിക്ക് ക്രിക്കറ്റ് ബാറ്റ് വേണമെന്ന് പറഞ്ഞു. അല്ല വീട്ടിലുള്ളത് കൊണ്ടുവന്നില്ലേന്ന് ചോദിച്ചു. ഇല്ല, അമ്മമ്മ എടുക്കാൻ സമ്മതിച്ചില്ല എന്ന് കൊച്ചു പറയാം. അങ്ങനെ അമ്മയും മക്കളും കൂടെ സംസാരിക്കുന്നു. അപ്പോൾ ഇവിടെ നീ ആരുടെ കൂടെ കളിക്കാനാ മോനെ? ഇവിടെ നിന്ന് നീ പുറത്തിറങ്ങരുതെന്നല്ല നിൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് എന്ന് വിമല ആൻറ്റി ചോദിക്കുന്നു. അപ്പോൾ അത് കുട്ടിന് സങ്കടമായി, തലയും കുനിച്ചിങ്ങനെ അവിടെ നിൽക്കുവാണ്. ആ സമയത്ത് മോന് വിഷമമായോ എന്ന് ചോദിച്ചു ശ്രുതിയെ. മോൻ വിഷമിക്കണ്ട കേട്ടോ, അമ്മ മേടിച്ചുകൊണ്ട് വരാം. എന്താ ഇവിടെ ഒന്ന് പരിചയമൊക്കെ ആയി കഴിയുമ്പോൾ നല്ല പിള്ളേരുടെ കൂടെ അമ്മ കളിക്കാൻ ഇവിടെ എന്താ പോരെന്ന് ചോദിച്ചു. ശരി എന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. നാളെ മുതലേ അമ്മമ്മ കൊണ്ടുവിടും, ഇന്നൊരു അമ്മ കൊണ്ടുവിടാട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സ്കൂളിലോട്ട് പോകണു. ഈ സമയത്ത് നമ്മുടെ സുധി ഇങ്ങനെ അവിടെ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കൽ, ഇരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഭയങ്കര വെപ്രാളം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രമതി വന്നപ്പോൾ മോൻ ഭയങ്കര ടെൻഷനിലാണ്. എന്താണ് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന? കള്ളിയെക്കുറിച്ചാണോടാ? അപ്പോൾ അവളെക്കുറിച്ച് ഞാൻ ആലോചിക്കാനോ? എൻ്റെ പൊന്നമ്മേ, അത് പിന്നെ ആ കല്ലിയെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചേക്കരുത്. മോക്കാനം വരുന്നത് എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ ഓർക്കാൻ പോലും നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. ആ സമയത്ത് സുധിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട്, നീ എന്താ ഷോറൂമിൽ പോകാത്തതെന്ന് ചോദിച്ചു ചന്ദ്രമതി. അപ്പോൾ അത് പിന്നെ അമ്മ സ്റ്റാഫ് പറഞ്ഞു, ഞാൻ ഷോറൂമിലേക്ക് ചെന്നാലേ അവിടെ കച്ചവടം കുറവാണ്, ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാതിരിക്കുന്നതാണ് നല്ലത്, അപ്പോൾ അവിടെ നല്ല കച്ചവടം ഉണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനൊന്ന് ഇന്ന് പോണില്ല അമ്മേന്ന്. നീ ഈ കപ്പൊന്ന് പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കാണോ? വിഷു എന്താ അമ്മേ? ഒരൊറ്റ അടിയായിരുന്നു ചെവിക്കല്ല് തീർത്തിട്ട് സുധിക്കിട്ട്. ചുമ്മാ അടി മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക സുധി. എടാ മണ്ടാ, നീ അവിടെ ചെന്നാലേ അവർക്ക് കാശ് അടിച്ച് മാറ്റാൻ പറ്റില്ല, അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞത്. അയ്യോ ആണോ അമ്മേ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചതേ ഇല്ലമ്മേ. നീ ചിന്തിക്കത്തില്ല. പോടാ, പോയി ഡ്രസ്സ് മാറ്റിയിട്ട് പോകാൻ നോക്കടാ, പോടാ, അവിടെ ചെന്ന് നീക്കടാ, പോടാ. എൻ്റെ അമ്മ ഇന്ന് എല്ലാത്തിനും പിരിച്ചു വിടും ഞാനൊന്നും പറഞ്ഞ് ചെല്ലുന്നു. ചായ താടാ. എനിക്കല്ലേ അമ്മേ, ഇങ്ങനെ വന്നാലേ അവർ നിന്നെ പിടിച്ചു വിടും. അയ്യോ അതിനെന്നോട് വരുത്തത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് സുധി അവിടെ നിന്ന് ഓടുക. അപ്പോഴത്തേക്കും രവിയേട്ടൻ പതുക്കെ അങ്ങോട്ടേക്ക് വന്നു. ചന്ദ്രൻ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അല്ല ഇതെന്നാണോ ചന്ദ്രയോട് പറയുന്നത്? സാധാരണ പുറത്ത് പോകുമ്പോൾ രേവതി മോളോടല്ലേ പറഞ്ഞിട്ട് പോവാറ്. എടീ ഇതിന് പറയുന്നതേ കുശുമ്പെന്നാ. അല്ല നിങ്ങളുടെ ശബ്ദം എവിടെ പോയെന്ന് ചോദിച്ചു. പക്ഷെ മിണ്ടല്ലേ എന്നും പറഞ്ഞു രവിയേട്ടൻ പതുക്കെ. അതെ ഞാൻ ഉറക്കെ പറഞ്ഞാലുണ്ടല്ലോ രേവതി മോളും സച്ചിയും അത് കേൾക്കും, അതാ പതുക്കെ പറയുന്നതെന്ന് പറഞ്ഞു. അവൻ കേട്ട പിന്നെ എന്നെ വിടുവോ എന്ന് രവിയേട്ടൻ ചോദിക്കുവാണ്. ഇന്നലെ അവൻ പറഞ്ഞു നീ കേട്ടതല്ലേ എന്ന് ചോദിച്ചു. ഇപ്പം ജോലിക്ക് പോവാണല്ലേ? എടി പതുക്കെ പറയടി. അതേന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രേവതിയും സച്ചിയും കൂടെ കറക്റ്റ് അങ്ങോട്ടേക്ക് വരുന്നു. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ബസ്സേ വേഗം കുറച്ച് ഓടിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും കണ്ണെത്തുന്നിടത്ത് ചെവി എത്തുന്ന കണ്ണെത്താത്ത പ്രായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രവിയേട്ടനെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വയസ്സനാക്കിയല്ലേ, സമയമില്ലാണ്ടായിപ്പോയി, ഇന്നലെ ഞാൻ ഇതിന് മറുപടി വന്നിട്ട് പറഞ്ഞേക്കാം കേട്ടോ എന്നും പറഞ്ഞ് അവർ പോകുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും, അതായത് സച്ചി രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ട്, അച്ഛൻ പോകാൻ വരട്ടെ. എങ്ങോട്ടാണ് പോണേന്ന് ചോദിച്ചു. ഇങ്ങനെ പിടിച്ചു നിർത്തി. അത് തന്നെ ഞാൻ യൂണിയൻ ഓഫീസ് വരെ സോഹമ്മനോടെ നിൽക്കാം, അപ്പം ഞാൻ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പം
അവിടെ നിൽക്കച്ചാ, കള്ളം പറയരുത്, അച്ഛൻ സ്കൂളിലേക്കല്ലേ പോകുന്നതെന്ന് ചോദിച്ചു. അത് അല്ല അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അമ്മയും അച്ഛനും കൂടെ നോക്കി. അപ്പോൾ അച്ഛൻ പോകണ്ട, കാരണം അച്ഛൻ്റെ ജോലി തെറിച്ചു എന്ന് സച്ചി. ജോലി തെറിക്കാനോ? ആ അതെ, ജോലി തെറിച്ചു. കിട്ടി അച്ഛൻ്റെ ആ ജോലി, അതങ്ങ് പോയെന്ന് പറഞ്ഞു. എന്താ കാര്യം? നിന്നോടാരാണ് അതൊക്കെ പറഞ്ഞേ? അപ്പം ഞങ്ങളല്ലേ ആ ജോലി തെറിപ്പിച്ചത്. എടാ ദ്രോഹികളെ, അച്ഛന് 4 കാശ് കിട്ടുന്നത് നീയൊക്കെ അങ്ങ് ഇല്ലാണ്ടാക്കിയല്ലേ. ആ കാശിൻ്റെ ആവശ്യം അച്ഛനുമില്ല ഞങ്ങൾക്കുമില്ല. അച്ഛൻ ഞങ്ങൾ അശോകനങ്ങളിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അങ്കിളും ഞങ്ങളും കൂടെ ചേർന്ന് സ്കൂൾ മാനേജറെ വിളിച്ചു. അപ്പോൾ അവർക്ക് ഡ്രൈവർ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അച്ഛന് പകരം ഞാൻ വരാമെന്ന്. അവരപ്പോൾ ഓക്കെയും പറഞ്ഞു എന്ന് സച്ചി. എടാ ദുഷ്ടാ, അച്ഛന് കിട്ടുന്ന കാശ് നീ പോക്കറ്റിലാക്കാൻ നോക്കുകയല്ലേ, നീ കൊള്ളാടാ. കണ്ടില്ലേ എന്ന് പറഞ്ഞു ചന്ദ്ര. ശമ്പളം കിട്ടുന്ന കാശ് എനിക്ക് വേണ്ട, അത് നിങ്ങൾക്ക് തന്നെ തന്നേക്കാവെന്ന് സച്ചി. കാശിന് വേണ്ടിയല്ല ഞാൻ ഈ ജോലിക്ക് പോകുന്നത്, അച്ഛനെ ജോലിക്ക് വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് സച്ചി അന്നേരം ഇവരോട് പറയാം. അമ്മ അച്ഛനെ ഇങ്ങനെ നോക്കുക. അപ്പോൾ സോറി അച്ഛാ, ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നിയിട്ട് കാര്യമില്ല അച്ഛാന്ന് രേവതി. എന്തോ അച്ഛനെ ജോലിക്ക് വിടാനേ ഞങ്ങൾക്ക് തീരെ മനസ്സ് വരുന്നില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഈ അച്ഛനോടുള്ള സ്നേഹവും കരുതലും ഒക്കെ കാണുമ്പോഴേ കണ്ണും മനസ്സും അതൊക്കെ നിറയെ മക്കളേന്ന് ഇദ്ദേഹം പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാരൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് ഇതൊന്നും കിട്ടാറില്ല എന്ന് രവിയേട്ടൻ. ഈ മക്കളുടെ സ്നേഹം എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ. എന്തായാലും ഈ കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണെന്ന് നമ്മുടെ രവിയേട്ടൻ. അപ്പോൾ ഞാൻ പോയിട്ട് വരാച്ചാ. അല്ലടാ നിനക്ക് കാർ എടുക്കണ്ടേ? അത് തൽക്കാലത്തേക്ക് മറ്റാരെങ്കിലും വിളിച്ചു എന്ന് ചോദിച്ചപ്പം അച്ഛാ ബസ് എടുക്കേണ്ടത് രാവിലെയും വൈകുന്നേരം അല്ലേ, ബാക്കി സമയം കാർ എടുക്കാമല്ലോ എന്ന് നമ്മുടെ സച്ചി. ശരി എന്നാൽ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സച്ചി പോയി കഴിഞ്ഞപ്പം നിങ്ങൾ എന്നെ വിടില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇങ്ങനെ പാത്തും പതുങ്ങിയും പോകാമെന്ന് വിചാരിച്ചതെന്ന് രവിയേട്ടൻ രേവതിയോട് പറഞ്ഞു. പക്ഷേ നിങ്ങളത് 10-40 മുന്നേ അങ്ങ് എറിഞ്ഞു. ഇനി ഞാൻ ഈ വീടിൻ്റെ പുറത്തിറങ്ങത്തില്ല, കണ്ടോ, അതിന് ഞങ്ങൾ വിട്ടിട്ട് വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ രേവതിയും കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രയോട്, എടി കണ്ടോ ഞാൻ കൊണ്ടുവന്ന മരുമോളെ കണ്ടോ, നീ കൊണ്ടുവന്ന മരുമോളെ എവിടെ, ഇനി ഞാൻ ചായം കുടിച്ചോണ്ട് ഇരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് രവിയുടെ അവിടെ നിന്ന് അങ്ങ് പോയി. ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുക, ചന്ദ്രയ്ക്കൊരു അവസരം പോലും കൊടുക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ശ്രുതിയും അതുപോലെ മകനും കൂടെ ഓട്ടോയിൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സ്കൂളിലാണ് നമ്മുടെ സച്ചി ഡ്രൈവറായിട്ട് ചെല്ലുന്നത്. സ്കൂളിലേക്ക് ചെന്നു. അവിടുത്തെ ചേട്ടനോട്, എൻ്റെ പേര് സച്ചി, ഇവിടെ സ്കൂൾ ബസ് ഡ്രൈവറുടെ ജോലി ഒഴിവിലേക്ക് എന്നെ നിയമിച്ചിട്ടുണ്ട്, സ്കൂൾ മാനേജർ വരാൻ പറഞ്ഞനുസരിച്ച് ഞാൻ വന്നതാണെന്ന് സച്ചി പറയാട്ടോ. ആണോ, സോറി കേട്ടോ, ചെല്ലുകേട്ടോ എന്നും പറഞ്ഞ് സച്ചി അകത്തേക്ക് പറഞ്ഞു വിട്ടു. സച്ചി എന്നിട്ട് അകത്ത് മാനേജറുടെ അടുത്തേക്ക് ചെന്നു. സാർ, ഞാൻ സച്ചി, നമ്മുടെ ബസ് ഡ്രൈവറുടെ വേക്കൻസിയിലേക്ക് അല്ലേ? അതെ സാർ. സച്ചി ഓഫീസിലേക്ക് മറ്റോ വിളിച്ചിരുന്നോ? കുറച്ചും മുമ്പ് വിളിച്ചായിരുന്നു. അപ്പോൾ സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ അല്ലേ? അപ്പോൾ സച്ചി ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പം ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അച്ഛനെ കൊണ്ട് ഇനി ജോലി ചെയ്യിക്കേണ്ടെന്ന് കരുതി മകൻ ജോലി ഏറ്റെടുത്തല്ലേ എന്നാൽ ചേട്ടൻ എങ്ങനെ ചോദിക്കാം. രാവിലെ കുട്ടികളെ സമയത്തിന് പിക്കപ്പ് ചെയ്യണം, വൈകുന്നേരം തിരിച്ച് സുരക്ഷിതമായി കൊണ്ടുപിടിക്കുകയും വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. സമയനിഷ്ഠ അത് വളരെ പ്രധാനമാണ്, അതുപോലെ ഡ്രൈവിങ്ങിൽ ഒരു തരത്തിലുള്ള അശ്രദ്ധയും പാടില്ല എന്നൊക്കെ പറഞ്ഞു. ശരി സാർ. ചെറിയ കുട്ടികളാണ്, അവരുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. വാഹനം അമിത വേഗതയിലൊന്നും ഓടിക്കരുത്. കുട്ടികളെ ഇറക്കുകയും കയറ്റുകയും ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മദ്യപിക്കരുത്, പുകവലിക്കരുത്, മറ്റ് ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കരുത് തുടങ്ങിയതെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇല്ല സാർ, അപ്പോൾ റോഡ് നിയമങ്ങളെപ്പറ്റി നല്ല ബോധ്യമുള്ള ആളാണ് സാർ. ഞാൻ ചെറിയ പ്രായം മുതൽ ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആളാണ്. ഞാൻ പരമാവധി ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തോളാം സാർ. അല്ല സാർ, ഞാൻ എപ്പോഴാണ് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടത്? നാളെ മുതൽ വന്നോ. ബസ്സും റൂട്ടും ഒക്കെ അതിൻ്റെ ചാർജിലുള്ള സ്റ്റാഫ് പറഞ്ഞു തരും കേട്ടോ. ഓഫീസിലേക്ക് ചെന്നാൽ മതി എന്നും പറഞ്ഞു. ശരി സാർ, ഓൾ ദി ബെസ്റ്റും പറഞ്ഞിങ്ങനെ സച്ചിയെ പറഞ്ഞു വിട്ടു. ആ കറക്റ്റ് സമയത്ത് ശ്രുതി ആ കൊച്ചുമായിട്ട് സ്കൂളിലേക്ക് വരുന്നു. സച്ചി ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നു, അവിടുത്തെ ആളുമായിട്ട് സംസാരിക്കുക. അപ്പോഴത്തേക്കും ശ്രുതി നമ്മുടെ സച്ചിയെ കണ്ടു. പെട്ടെന്ന് കൊച്ചിനെ പിടിച്ചു വലിച്ചത് വേഗം നിവാ പറഞ്ഞ് പോയി മാറി ഒളിച്ച് നിൽക്കുവാണ്. അപ്പോൾ സച്ചി ആണെങ്കിൽ ആരുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ശ്രുതി കൊച്ചിനെ പിടിച്ച് വലിച്ച് അങ്ങ് കൊണ്ടുവന്നു. എന്നിട്ട് വാച്ച്മാനോട്, അതെ ആ ഫോൺ ചെയ്യുന്ന ആളെ അറിയോ, അദ്ദേഹത്തെ അറിയോ? അറിയാമല്ലോ. അല്ല, അയാളെന്തിനാ ഇവിടെ വന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു.
അപ്പോൾ അയാൾ ഈ സ്കൂളിൻ്റെ ബസ് ഡ്രൈവറാണെന്നുള്ള കാര്യം അദ്ദേഹം പറയാം. ഇന്ന് വന്നതേ ഉള്ളൂ. ബസ് ഡ്രൈവറോ? ശ്രുതി പെട്ടു. താൽക്കാലിക ഒഴിവിലേക്ക് കയറിയതാണെന്ന് പറഞ്ഞു. ആദ്യം വന്നേ വാ, ശരി ഏട്ടാന്ന് പറഞ്ഞ് ആദ്യം കൂട്ടിക്കൊണ്ട് ശ്രുതി നേരെ ഓട്ടോയിൽ കയറി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവുവിനെയും കൊണ്ട് ശരത്തും അതുപോലെ അമ്മയും കൂടെ ഓട്ടോയിൽ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കാം. അപ്പോൾ ദേവുവിന് എന്തോ വയ്യാഴിക. അപ്പോൾ ഇവരിങ്ങനെ പോകുന്നു. അപ്പോഴേക്കും എന്തേ നമ്മുടെ അരുൺ അവിടെ ചെക്കിങ്ങിലാണ്. ആ സമയത്ത് ആ വഴിയിലൂടെയാണ് ഓട്ടോയിൽ അവർ വരുന്നത്. അങ്ങനെ ഹെൽമെറ്റ് ഇല്ലാതെ വരുന്നവരെയൊക്കെ പിടിച്ച് പെറ്റിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേ ഒരു ഓട്ടോയിൽ ഇങ്ങനെ വരുന്നു. ആ ഓട്ടോയിൽ ഇങ്ങനെ അവർ പോകുന്നത് അരുൺ കാണുകയും ചെയ്തു. അപ്പോൾ ദേവു എന്ന് പറഞ്ഞ് അരുൺ ഇങ്ങനെ വിളിച്ചു കേട്ടോ. പെട്ടെന്ന് റോഡ് നിയമങ്ങളുടെ കാര്യവും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്ന അരുൺ തൊപ്പി അവിടെ വെച്ചിട്ട് പെട്ടെന്ന് ഹെൽമെറ്റ് എടുത്ത് വെച്ച് ഓടിപ്പോവുകയാണ്. സാർ ഒരു അത്യാവശ്യം ഞാൻ ഓടി വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോവുക അരുൺ ദേവുവിനെ കണ്ടതും. ആ സമയത്ത് ശ്രുതി കൊച്ചുമായിട്ട് തിരിച്ച് വീട്ടിലെത്തി. ഇറങ്ങാതെ ഇങ്ങോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അതെല്ലാം കാണുന്നു. അപ്പോൾ എന്തു പറ്റി, എന്താ കാര്യമെന്ന് ചോദിച്ചു. എന്താ നീ ഇവനെയും കൂടെ തിരിച്ചു വന്നത്, ഇന്ന് ക്ലാസ് ഇല്ലേ എന്നൊക്കെ ചോദിക്കാം. നീ ബാഗ് അകത്ത് കൊണ്ട് വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിൻ്റെ കയ്യിൽ ബാഗ് അകത്ത് കൊടുത്തു വിട്ടു അമ്മ. അത് കഴിഞ്ഞിട്ട് വിമലാൻറ്റിയോട് കാര്യം പറയാം. അപ്പോൾ എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, എന്താ കാര്യം, അവനെന്തോ എല്ലാ വികൃതിയും കാണിച്ചു എന്ന് വിമലാൻറ്റി ചോദിക്കുമ്പം തേടി പിടിച്ച് അവനെ ചേർത്ത് സ്കൂൾ കൊള്ളാം, വേറെ എത്ര സ്കൂളുണ്ടായിരുന്നു, എന്താ കല്യാണി പ്രശ്നം പറയാൻ പറഞ്ഞു. അപ്പം സച്ചി ആ സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. അവനെ ചേർത്ത സ്കൂളിലും ബസ്സിൻ്റെ ഡ്രൈവറായിപ്പോൾ അറിയാവോ എന്ന് ചോദിച്ചു. അയ്യോ അവൻ നിങ്ങളെ രണ്ടുപേരെയും കണ്ടോ? ഇല്ല, ഭാഗ്യത്തിനെ അവൻ കണ്ടില്ല, കാണേണ്ടതൊക്കെ ആയിരുന്നു എന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെടുക. അല്ല അവനിപ്പോൾ കാർ എടുക്കുന്നതൊക്കെ നിർത്തിയോ, ഇപ്പം ഇതാണോ ജോലി? അതൊന്നും എനിക്കറിയില്ല, താൽക്കാലിക ഒഴിവിൽ കയറിയതാണെന്നാ ഞാൻ അറിഞ്ഞതെന്ന കാര്യം ശ്രുതി ഇങ്ങനെ അമ്മയോട് പറയുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ആദ്യമേ സ്കൂൾ മാറ്റി ചേർക്കാം, അത്ര തന്നെയെന്ന് ശ്രുതി ഇങ്ങനെ പറയുക കേട്ടോ. അത് കേട്ടപ്പോൾ വിമലാൻറ്റി അത് വേണോ കല്യാണി, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. കാശ് കൊടുത്ത് ചേർത്തതല്ലേ, ആ കാശ് തിരികെ കിട്ടില്ല എന്നും മാറ്റി ചേർക്കുന്നതിന് വേറെ കാശ് കൊടുക്കുകയും വേണമെന്ന കാര്യം അമ്മ പറയാം. അതുമാത്രമാണോ, വേറെ നല്ല സ്കൂളും കണ്ടെത്തണ്ടേ, അതിനൊക്കെ സമയം എടുക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ വിമലാൻറ്റി ചോദിച്ചു. പിന്നെ കുറച്ച് അടുത്ത് തന്നെ വേണമല്ലോ, നീ എന്തിങ്ങനെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാ മോളെ എന്നൊക്കെ പറഞ്ഞപ്പം അവൻ എന്നെയും ആദ്യയും ഒരുമിച്ച് കണ്ട പ്രശ്നമാണ്, അതോടെ തീർന്നുമല്ല, അവൻ്റെ സ്വഭാവം അറിയില്ലേ. അപ്പോൾ എങ്ങനെയെങ്കിലും ആ വീട്ടിലൊന്ന് കയറി പറ്റാൻ നോക്കണം എനിക്ക്. കല്യാണം കഴിഞ്ഞതാ, ഒരു കുഞ്ഞെനിക്കുണ്ടെന്നൊക്കെ അറിഞ്ഞാലേ എന്നേക്കുമായിട്ട് എൻ്റെ ശ്രുതിയായിട്ടുള്ള ബന്ധം പോലും അവസാനിച്ച് പോകുമെന്നും അതൊക്കെ അമ്മയ്ക്കും അറിയാവുന്നതല്ലേന്നും ശ്രുതി ചോദിക്കുവാണ്. ഞാൻ ആഗ്രഹിച്ച് നേടിയ ഒരു ജീവിതമാണിത്, അതില്ലാണ്ടാക്കില്ല ഞാൻ. നോക്കിക്കോ, നിങ്ങളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരണ്ടായിരുന്നു, അതിപ്പോൾ അബദ്ധമായിപ്പോയെന്നും ശ്രുതി പറഞ്ഞപ്പോൾ എന്തായാലും സ്കൂൾ മാറ്റി ചേർക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട എന്ന് വിമലാൻറ്റി ശ്രുതിയോട് പറഞ്ഞു. ഇങ്ങനെ മാറ്റി മാറ്റി ചേർക്കുമ്പോൾ കുഞ്ഞിനത് വിഷമാവില്ലേ എന്ന് ചോദിച്ചു. അവൻ്റെ മനസ്സ് കാണാതെ പോകരുതെന്നും വിമലാൻറ്റി പറയാം. പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാ? ആദ്യം ഈ സ്കൂളിൽ പഠിച്ചാൽ അവൻ എൻ്റെ മകനാണെന്ന് സച്ചി എങ്ങനെയെങ്കിലും അറിയുമെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് അറിയിക്കാതെ നോക്കാം, ശ്രമിക്കാം എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ആ ഒരിതിലിങ്ങനെ പറയുവാണ്. അവനെന്തായാലും സ്കൂളിൽ രേഖകളൊന്നും പരിശോധിക്കാൻ പോകുന്നില്ലല്ലോ, ഉണ്ടോ? സ്കൂള് മാറ്റി ചേർക്കുന്ന ബുദ്ധിമുട്ടാണെന്നൊക്കെ എനിക്കറിയാം അമ്മേ, പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എൻ്റെ കല്യാണി, നീ അത് മനസ്സിലാക്കാൻ പറഞ്ഞു അമ്മ. അവൻ്റെ മുന്നിൽ പെടാതെ എത്ര കാലം ഒളിച്ചു നടക്കാൻ പറ്റും നമുക്ക്? അവൻ എന്നും ആ സ്കൂളിൽ ഉണ്ടാവത്തില്ലേന്ന് ചോദിച്ചു. അപ്പോൾ നീ ഇനി ആദ്യം സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് പോവണ്ട, കൊണ്ടുപോകാനും കൂട്ടിക്കൊണ്ടുവരാനും ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ വേറെ വഴിയൊന്നുമില്ലല്ലോ, കഴിയുമെങ്കിൽ നിങ്ങൾ സച്ചിയുടെ മുന്നിൽ പെടാതെ നോക്കണമെന്ന് അമ്മയുടെ മോള് പറഞ്ഞു കൊടുക്കാം. പിന്നെ സച്ചിനി ഡ്രൈവറായാൽ തന്നെ അവൻ ഫുൾ ടൈം സ്കൂളിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്, വണ്ട് കൊണ്ടുവിടുമ്പോഴും കൂട്ടിക്കൊണ്ട് വരുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയെന്നും പറഞ്ഞു. ആദ്യം ക്ലാസ്സിൽ കയറിയാൽ പിന്നെ അവൻ കാണത്തൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം മോൾ അമ്മയോട് പറഞ്ഞും കൊടുക്കുന്നു. ഇനി അഥവാ അബദ്ധവശാൽ അവൻ നിങ്ങളെ കണ്ടു എന്ന് വിചാരിക്കാം, അവനോട് നിങ്ങൾ എന്താ പറയാൻ പോണേ? അപ്പം നിനക്ക് പരുക്ക് പറ്റാത്ത രീതിയിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം, എന്താ അത് പോരേന്ന് ചോദിച്ചു. ഒരു കാരണവശാലും ഈ വീടിൻ്റെ അഡ്രസ്സ് അവന് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഇനി പറഞ്ഞു കൊടുത്താൽ അവൻ രേവതിയും കൂട്ടി പിന്നെ ഇങ്ങോട്ട് വരാൻ നോക്കും, അത് ഉറപ്പുള്ള കാര്യമാണെന്ന് ശ്രുതി പറഞ്ഞു. എന്തെങ്കിലും സംശയം തോന്നിയാലേ പിന്നെ അവൻ അടങ്ങിയിരിക്കുന്ന സ്വഭാവമല്ല, എങ്ങനെയെങ്കിലും അവൻ സത്യം കണ്ടെത്താനായിട്ട് ശ്രമിക്കുമെന്നും പറഞ്ഞ് ശ്രുതി എൻ്റെ അനുഭവം അതാണെന്നൊക്കെ പറയുകയാണ്. 2 തവണ അവൻ എന്നെ
അവൻ കാരണം ഞാനിപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടണം. ഇനി ഒരിക്കൽ കൂടി അതുണ്ടായാൽ അതോടെ തീരും, ഞാൻ തന്നെ തീരും. അമ്മേ വളരെ ശ്രദ്ധിക്കണം കേട്ടല്ലോ. ഞാൻ ഈ കാര്യം ആദ്യയോടും പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ശ്രുതി കയറിപ്പോയി. വിമലാൻ്റെ വിഷമിച്ച് നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് രേവതി അവിടെ ഫോണിൽ സംസാരിക്കുക. ചെറിയൊരു തിരക്കുണ്ടായിരുന്നു, അതാ കുറച്ച് വൈകിപ്പോയേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രവിയേട്ടൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരും കേട്ടോ. ഈ ഒരു ഇതും കണ്ടുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ അച്ഛൻ വന്ന് നോക്കി നിൽക്കുന്നത് രേവതി കണ്ടു. അപ്പോൾ ഫോൺ കട്ട് ചെയ്തു. ഞാനിപ്പോൾ വിളിക്കാമെന്നും പറഞ്ഞു. അത് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛനെന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ പോലെയുള്ള ഡ്രൈവർമാർക്ക് അടങ്ങിയിരിക്കാനൊന്നും കഴിയത്തില്ല, എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം എന്ന് രേവതിയോട് ഏട്ടൻ പറയാം. റെഡി ചെയ്തപ്പോൾ ആലോചിച്ചതാ ചെറിയൊരു വണ്ടി വാങ്ങിച്ച് ഓടിച്ചാലോ എന്ന്. പെൻഷനൊപ്പം ചെറിയൊരു വരുമാനം കൂടി ആകുമല്ലോ അത്, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു എന്ന് രവേട്ടൻ. പിന്നെ അതങ്ങനെയാ, റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടിയ കാശുമായിട്ട് ശ്രുതി കടന്നു കളഞ്ഞില്ലേ, അതോടെ ആ ആഗ്രഹവും മൂലയ്ക്കായി. ഇതൊക്കെ രേവതി കേട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കും അച്ഛൻ്റെ സങ്കടങ്ങൾ കേട്ടിട്ട്. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ രണ്ടുപേരും കൂടി എന്നെ പിടിച്ച് കെട്ടിയും വെച്ചിരിക്കുക. അന്നേരം എൻ്റെ അച്ഛനിപ്പോൾ ഒരു ജോലിക്ക് ഇവിടെ നിന്ന് പോകണ്ട, അസുഖമൊക്കെ ഉള്ളതല്ലേ, 3 നേരം മരുന്നും കഴിക്കുന്നുണ്ട്, അതൊക്കെ മറന്നോ? അങ്ങനെ അതെല്ലാം ചോദിച്ച് ആ ഒരു ഇതിൽ രേവതി അച്ഛനെ സമാധാനിപ്പിക്കുക. ഇപ്പം അച്ഛൻ വിശ്രമിക്കേണ്ട സമയം, ഇപ്പം അച്ഛൻ വിശ്രമിക്കുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞു. രാവിലെയും വൈകുന്നേരവും കുട്ടികളുമൊത്തുള്ള ഒരു യാത്രയും അത് എന്ത് രസമായിരിക്കും എന്നൊക്കെ ചോദിച്ചാൽ അച്ഛനിങ്ങനെ രേവതിയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.